വീണയിലേക്കാണ്. വീണ, നമ്മൾ രാവിലെ എല്ലാ മണിക്കൂറുകളിലും പരിശോധിക്കുകയാണ് ആ തിരക്ക് എത്രത്തോളം ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഉച്ചയോട് അടുക്കുകയാണ്, നല്ല വെയിലാണ്. എത്രത്തോളമാണ് ചാലക്കമ്പോളത്തിലെ തിരക്ക്? രാഖി, തിരക്ക് അല്പം കുറഞ്ഞു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇവിടെ എത്തി സാധനങ്ങൾ വാങ്ങിയ ആളുകൾ മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ വാർത്തകളിൽ നമ്മൾ കണ്ടത് കമ്പോളങ്ങളിൽ ആളുകൾ സാധനം വാങ്ങാൻ എത്തുന്നു, പച്ചക്കറി അതുപോലെ തന്നെ പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങുന്ന തിരക്കാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ പൂക്കടകളിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നാളത്തെ അത്തപ്പൂക്കളത്തിനായിട്ടുള്ള പൂക്കൾ വാങ്ങുന്ന തിരക്കിൽ തന്നെയാണ് മലയാളികൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കമ്പോളത്തിലെ ഒരു പൂക്കടയിൽ തന്നെയാണ്. ജെണ്ടുമല്ലി, അതുപോലെ തന്നെ വാടാമല്ലി, അതുപോലെ തന്നെ റോസാപ്പൂ, അത്തരത്തിലുള്ള പൂക്കൾ, അരളി അടക്കമുള്ള പൂക്കൾക്ക് ആവശ്യക്കാരേറെയാണ്. പൂക്കൾ വാങ്ങുവാനായി ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തുന്ന തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓണക്കാലത്തറിയാം, ഈ തീപിടിച്ചുള്ള വില എല്ലാ വസ്തുക്കൾക്കും കൂടുമ്പോൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഒരോണമായി കഴിഞ്ഞാൽ അതിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യം തന്നെയാണ് അത്തപ്പൂക്കളം. ആ പൂക്കളത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഒരുക്കുന്നതിനുള്ള പൂക്കൾ വാങ്ങുന്നതിനുള്ള തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അവസാന മണിക്കൂറിൽ, അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള മണിക്കൂറുകളിലും ആ തിരക്ക് കൂടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ എത്തി ഓരോ പൂവിൻ്റെയും വില ചോദിച്ചുകൊണ്ട് ആളുകൾ അളവനുസരിച്ച് വാങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാ, പൂവൊക്കെ വാങ്ങിച്ചോ? ഓണം ആഘോഷിക്കാൻ റെഡിയാണ്. പൂ എങ്ങനെയാ, കളറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്? അത്തത്തിന്റെ ഒരു മനസ്സിൽ ഒരു പ്ലാൻ അനുസരിച്ചാണ് പൂ മേടിക്കുന്നത്. എങ്ങനെയാണ് ചേച്ചി, പൂവിന് ലാഭം ഉണ്ടോ? വാങ്ങിച്ചില്ല, വില ചോദിച്ചതേ ഉള്ളൂ. ഒരുവിധം ലാഭമാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ദൂരെന്നാ വന്നേ, പത്തനാപുരത്ത് നിന്നാണ് വരുന്നത്. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത് ഇവിടെ വന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിക്കുന്നത്? രാവിലെ ഇറങ്ങിയോ? രാവിലെ ഇറങ്ങി. പച്ചക്കറി ബാക്കി വിഭവം വാങ്ങിച്ചു. എങ്ങനെയുണ്ട് മോളെ ഓണം ഇത്തവണ? അടിപൊളിയാണ്. പൂക്കളത്തിനുള്ള പൂക്കൾ തേടി ഇറങ്ങിയാണ്. മനസ്സിലുള്ള കളറൊക്കെ കിട്ടും. വിലയൊക്കെ ചോദിച്ചോ? അമ്മ ചോദിക്കുന്നു. വിലയൊക്കെ ചോദിച്ച് വാങ്ങുവാനുള്ള തിരക്കിലാണ് അവർ. പത്തനാപുരത്ത് നിന്ന് എത്തിയവരാണ്. എല്ലാ തവണയും തിരുവനന്തപുരത്ത് ചാലക്കമ്പോളത്തിൽ എത്തിയിട്ട് സാധനം വാങ്ങുന്ന ഒരു കുടുംബം അംഗങ്ങളാണ്. കുട്ടികളും അമ്മയൊക്കെയാണ് പ്രതികരിച്ചത്. പൂവ് അളവെടുത്ത് അത് തൂക്കി അത് നോക്കി വാങ്ങുന്ന ആ ഒരു കണക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. താമര പൂ അടക്കമുള്ളതുണ്ട്. അതിനൊക്കെ ആവശ്യക്കാർ ഏറെയാണ്. നാളത്തെ അത്തം, അത് അവസാനത്തെ അത്തമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട അത്തം കൂടിയാണ്. ഒപ്പം തന്നെ അത് എങ്ങനെ വർണ്ണാഭമാക്കാം, എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളത് തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ ആൾക്കാരുടെയും മനസ്സിലുള്ളത്. അതിനാൽ തന്നെ മനസ്സിൽ കൂട്ടിയും കിഴിച്ചുമുള്ള ആ ഒരു അത്തത്തിൻ്റെ കണക്കനുസരിച്ച് ആ പൂക്കൾ വാങ്ങുന്നതിനുള്ള തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ തിരക്ക് ഇനിയും കൂടുമെന്നുള്ളതാണ്. ഇപ്പോൾ സാധനങ്ങൾ വാങ്ങി മടങ്ങിപ്പോകുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ ഇതായിരിക്കില്ല, ഇതിനേക്കാൾ തിരക്ക് കൂടുമെന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ ചതിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്ന് ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ആളുകൾ പൂ വാങ്ങി മടങ്ങുന്നത്. എങ്ങനെയുണ്ട്, പൂ ലാഭമുണ്ടോ? ക്ലബിന്റെ പരിപാടിയാണോ അതോ? എവിടെയാ സ്ഥലം? കിളിമാനൂർ. കവർ നിറച്ചുണ്ടല്ലോ. ലാഭമാണ്. എല്ലാ തവണ ഇവിടുന്നാണ് മനസ്സിൽ ഉദ്ദേശിച്ച കളറൊക്കെ എല്ലാം ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാ സാധനത്തിനും ഉണ്ട്, വില കുറവാണ്. എല്ലാ തവണ ഇവിടെയാണ് വരുന്നത്. എല്ലാ തവണ ഇവിടെ തന്നെയാണ്. അവസാന അത്തം കളറാക്കാനുള്ള പ്ലാൻ. അവസാനത്തെ അത്തം കളറാക്കുവാനുള്ള പ്ലാൻ അത്രേ ഉള്ളൂ. അതെല്ലാ തവണ അങ്ങനെ തന്നെ. തിരക്ക് എങ്ങനെയുണ്ട്? കഴിഞ്ഞ തവണ തിരക്ക് എങ്ങനെയുണ്ട് ചാലക്കമ്പോളത്തില്? ഇവിടെ അത്ര വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ അത്ര തിരക്കില്ല. ഇത്തവണത്തെ ഓണം വൈബ് എങ്ങനെയാണ്? കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ മുന്നോട്ട് പോകുന്നു. ഒന്ന് രാത്രി തൊട്ട് അറിയാം, ബാക്കി ഞങ്ങോട്ടാണ്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്. ഓണം കളറാക്കുവാൻ തന്നെയാണ് യങ്സ്റ്റേഴ്സിൻ്റെയും ഒക്കെ തീരുമാനം. വരുന്ന മണിക്കൂറുകളിലും കമ്പോളങ്ങളിൽ തിരക്ക് കൂടും. എല്ലാ സാധനങ്ങളും വാങ്ങുവാനുള്ള തിരക്ക് തന്നെയാണ്. വസ്ത്രവ്യാപാര ശാലകളിലും അത്തരത്തിലുള്ള തിരക്കുകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. രാഖി.